ഗായ്സ്, കഴിഞ്ഞ ആഴ്ച നമ്മൾ അസീസ കഫേ പോകുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാനും അക്ഷയും കൂടിയിട്ട്. അപ്പൊ അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10K വ്യൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനായിട്ട് ഞങ്ങളെ വിളിച്ചിരുന്നു. ഞങ്ങളിപ്പോ 1,00,000 വ്യൂസോട് കൂടിയാണ് തിരിച്ചു പോകാൻ പോകുന്നത്, ഇല്ലടി? അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. എക്സൈറ്റ്മെന്റിനേക്കാളും കൂടുതൽ ഇപ്പൊ എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം പോയിട്ടെങ്ങാനും ചമ്മിന്നറിപ്പോയാലോ, എപ്പൊ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു. പിന്നെ ആ പറഞ്ഞ ചേട്ടനെ തന്നെ നമ്മൾ കാണുമോന്നും നമുക്കറിയില്ല. ആ ചേട്ടൻ ഇന്ന് അവിടെ ഇല്ലെങ്കിലോ? ചമ്മി നാറോന്ന് അറിയില്ലെങ്കിലും ഞങ്ങള് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളത്തിന്റെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്തിട്ട് വലിയ കാര്യത്തിൽ നടക്കാണ്. ഈ ചേട്ടനായിരുന്നു കേട്ടോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പോകുമ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആളോട് പറഞ്ഞു 10K വ്യൂസ് ആവുമ്പോ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 1,00,000 വ്യൂസും കൊണ്ടാണ് വന്നേക്കണത്. എന്നിട്ട് ഞാൻ നമ്മുടെ വീഡിയോ ആൾക്ക് കാണിച്ചു കൊടുത്തു കേട്ടോ. അതൊക്കെ ആള് കണ്ടു. അപ്പൊ അവിടെ സൈഡിൽ നിൽക്കുന്ന ഒരു ചേട്ടൻ ചോദിച്ചു, ഇത് റിയൽ വ്യൂസ് ആണോ ഫേക്ക് വ്യൂസ് ആണോ? അവര് ലിറ്ററലി ഷോക്കായി പോയിട്ടോ വ്യൂസ് കണ്ടിട്ട്. എന്നിട്ട് അവര് പറഞ്ഞു ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ മെനു കാർഡിൽ സെലക്ട് ചെയ്തോളം പറഞ്ഞു. ഞാൻ ഗ്രിൽ ചിക്കൻ ആയിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഗ്രിൽ ചിക്കൻ ഒക്കെ തന്നു കേട്ടോ. എന്നിട്ട് ആ ചേട്ടൻ നമ്മുടെ യൂട്യൂബ് ഒക്കെ നോക്കി സബ്സ്ക്രൈബ് ചെയ്തു. ആ ചേട്ടൻ പറയുന്നത് പെൺകുട്ടികളായതുകൊണ്ടാണ് ഇത്രയും വ്യൂസ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടന്റ് ഇറക്കിയിട്ടാണ്. ഹലോ ഗൈസ്, അങ്ങനെ അവര് പറഞ്ഞ വാക്ക് അവര് പാലിച്ചു. നമുക്ക് ഗ്രിൽ ചിക്കൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇതൊന്ന് കഴിക്കട്ടെ കേട്ടോ. അതിനിടയ്ക്ക് ഇവിടെ വന്നപ്പോ എനിക്ക് വേറൊരു കൊളാബറേഷൻ കിട്ടി. ആൾക്കെന്തോ ഗീന്റെ ബിസിനസ് ഉണ്ട് ഇത്ര, അതും കൂടി ഞാൻ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് അവര് പറയണത്. അപ്പൊ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് കിട്ടിയതിൽ സന്തോഷം. നമ്മളൊന്ന് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആക്ച്വലി ഇത് നമുക്ക് ഓഫർ ചെയ്ത ആളുടെ കടയല്ല, ഇതിവിടെ വർക്ക് ചെയ്യുന്ന ആളുടെ കടയാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആള് ഫണ്ട് ഇടുന്ന് തോന്നുന്നു അല്ലേ ഈ ഫുഡൊക്കെ. അപ്പൊ ഇതാണെടി അക്ഷരാക്ക് തമിഴ് മട്ടും താൻ പുരിയും ഗൈസ്, മലയാളം പുരിയാത്. അവര് മലയാളം കുറച്ച് അറിയുണ്ടി. മലയാളം കുറച്ച് അറിയുണ്ടി. മലയാളം കുറച്ച് അറിയുണ്ടി. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് നമ്മുടെ ആക്ച്വലി PGന്ന് അടുത്തുള്ളൊരു കഫേയാണ് അസീസ കഫേ. അതുകൊണ്ട് നമ്മള് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരാം. PGന്ന് നല്ല ഫുഡൊന്നും അല്ലെങ്കിൽ ഇങ്ങോട്ടാണ് വരാറ്. ആക്ച്വലി ഇപ്പോഴാണ് ഗൈസ് മനസ്സിലാവുന്നത് ഈ ഇൻഫ്ലുവൻസേഴ്സും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അല്ല എവിടോ ഫ്രീയാ സാപ്പിട്ടിருக்காங்க. ഗൈസ്, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രൊമോഷനോ കൊളാബറേഷനോ വേണമെങ്കിൽ പ്ലീസ് കമന്റ് ചെയ്തോ. ബാക്കിലുള്ള ചെക്കന്മാരെ നമ്മൾ നോക്കുന്നുണ്ട്. എനിക്ക് ഈ സൈഡിലേക്ക് ക്യാമറ വെച്ചാൽ അവിടുത്തെ ചെക്കനെ കാണും, ഈ സൈഡിലെ ക്യാമറ വെച്ചാൽ ഈ ചെക്കനെ കാണും. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൈസ്? ഞാൻ ഇൻഫ്ലുവൻസർ അല്ലേ, എനിക്ക് വീഡിയോ എടുത്താലേ പറ്റുള്ളൂ. ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ മെയിൻ ഈ മയോണൈസാ. ഗുഡ്. നമ്മള് ഗ്രിൽ ചിക്കൻ കഴിച്ച് പകുതി ആകുമ്പോഴേക്കും നമ്മള് അടുത്ത ഐറ്റം, ബിക്കോസ് നമുക്ക് 1 lakh വ്യൂസ് ആയല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇനി ഒരു ബ്രൗണി പോരട്ടെ എന്ന് പറഞ്ഞു. ബ്രൗണി നമുക്ക് വരുന്നുണ്ട്. ബ്രൗണി വന്നിട്ട് വരാട്ടോ. എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങാം, അടിപൊളിയാണ്. എത്ര കാലം ഉണ്ടാവും എന്റെ ചാനലൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഗൈസ് ട്രസ്റ്റ് മീ, ഞാൻ വരും. നമ്മുടെ ബ്രൗണി വന്നോണ്ടിരിക്കാണ് കേട്ടോ. ഈ ഗ്രിൽ ചിക്കൻ തന്നെ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. താങ്ക് യു. ബ്രൗണി വിത്ത് ഐസ്ക്രീം. അടുത്തത് നമ്മള് ബ്രൗണി വിത്ത് ഐസ്ക്രീം ട്രൈ ചെയ്യാൻ പോവാണ്. ഗുഡ്. അടിപൊളി. ഇതാണ് നമ്മുടെ പെരിങ്ങത്തൂരുള്ള അസീസ കഫേ. ഇവിടുത്തെ മെയിൻ എന്തൊക്കെയാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിൽ ചിക്കൻ റൈസ്, ന്യൂഡിൽസ് എല്ലാം ഇവരുടെ സ്പെഷ്യലാണ് കേട്ടോ. ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതാണോ. അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ അടിപൊളിയായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ചെന്നൈ മലയാളീസ് ആരെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ മലയാളീസ് ആരെങ്കിലും ചെന്നൈയിലേക്ക് വരുന്നുണ്ട്, പെരിങ്ങത്തൂർ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഇവിടെ ട്രൈ ചെയ്ത് നോക്കുക. രാത്രിയൊക്കെ ഇവിടെ നല്ല വൈബാണ് ഫുഡ് കഴിക്കാനായിട്ട് വരാനായിട്ട്. ഞങ്ങൾ കുറേ പ്രാവശ്യം ഇവിടെ കുറേ ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും വാങ്ങിയില്ല കേട്ടോ, അത് എനിക്കൊരു ബാഡ് അടിച്ചു. എന്തെങ്കിലും സന്തോഷം വാങ്ങായിരുന്നു. സന്തോഷം എവിടെ പോയി വന്നാലും നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാറുള്ളതാ. പക്ഷെ നമ്മളൊന്നും ഒന്നും വാങ്ങിയില്ല. ഇപ്പൊ ചോദിക്കൂട്ടാ എങ്ങോട്ടാ പോയെന്ന് ചോദിക്കൂട്ടാ. நீங்க வா டான்ஸ் ஆடிட்டே வா, யூடியூப்ல போடுறேன். இங்க போயிருந்தீவா? நான் கடைக்கு போயிருந்தேன் சார். என்ன வாங்கியா? சொல்ல மாட்டேன். ஏன் சொல்ல மாட்டேன்? சந்தோஷம் சொல்ல மாட்டேன். நாளைக்கு நான் வாங்கினேன், நான் சொல்ல மாட்டேன். ஓகே அப்படியா? அப்ப நான் வேற பிஜிக்கு போயிடுவேன். இங்க வாங்க, கவிதா பிஜி போயிடுவேன். கவிதா போவாதே. இங்க 4 பீஸ் குள்ள டெய்லி 4 பீஸ் 3 முட்டை. ஓகே சரி. நாளைக்கு என்ன சிக்கன் பிரியாணி தானே? நாளைக்கு சிக்கன் பிரியாணி 3 பீஸ் கொடு. ஓகே 3 பீஸ் பத்தாது எனக்கு. நைட்ல 10 பீஸ்.
சரி சரி சாப்பிட்டாச்சா? என்ன சிக்கன் சில்லி வேணுமா? சிக்கன் சில்லி வாங்கியிருக்கேன். எங்க இருக்கு? வாங்க கடையில். எனக்கு வேணாம். பழம் வேணுமா? பழம் வேண்டாம். ஜிபே பண்ணி நான் 2500. 2500 ஜிபே பண்ணணுமா? அதான் உன்கிட்ட லட்சக்கணக்கிന് காசு இருக்கே. காசு அதுல எங்க வச்சிருக்க? கோணில இருக்கு. கோணில இருக்கு. கோணி எல்லாம் எனக்கு தெரியாது. பையில இருக்கு. பயிர் இருக்கா? சரி சரி போட்டுமா சார். நானு ஒரு டான்ஸ் ஆடிடு. സൂപ്പർ സൂപ്പർ. പോതും ബൈ. നമ്മളങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. ഇതെന്താണ് യാത്ര? അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ ഗൈസ്. കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അടുത്ത വ്ളോഗുമായി ഞാൻ വരുന്നതായിരിക്കും. ബൈ.